നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡൻസ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. പാരീസ് സന്ദർശനത്തിനിടെ പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി മീഹോൾ മാർട്ടിൻ. യുക്രൈൻ സംഘർഷം, ഇയുവിന്റെ സുരക്ഷ എന്നിവയെക്കുറിച്ചും അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ചർച്ച ചെയ്യും. ഗാൽവേയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പ്രമുഖ മെഡിക്കൽ ഉപകരണ കമ്പനിയായ മെട്രോണിക്സ് 85 തൊഴിലവസരങ്ങളാകും പുതുതായി സൃഷ്ടിക്കപ്പെടുക. ബ്ലാൻഡേഡ്സ്റ്റൌണിൽ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ഇന്നലെയായിരുന്നു 16 വയസ്സുള്ള 2 കുട്ടികളെ കോടതിയിൽ ഹാജരാക്കിയത്. പ്രധാനമന്ത്രി മീഹോൾ മാർട്ടിന് നേരെ രോക്ഷാകുലരായ എനോക് ബർക്കിന്റെ കുടുംബാംഗങ്ങൾ ബുധനാഴ്ച കാൽവേ വെസ്റ്റ് നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയപ്പോഴായിരുന്നു സംഭവം. അയർലൻഡിൽ വാടക നിരക്കുകൾ കുതിച്ചുയരുന്നു. ഈ വർഷം ആദ്യപാദത്തെ നിരക്കുകൾ പ്രകാരം 2 ബെഡ്റൂമുകളുള്ള ഒരു അപ്പാർട്ട്മെന്റിന് 2176 യൂറോയാണ് ശരാശരി വാടക. അയർലൻഡിലേക്ക് ലഹരി വസ്തുക്കൾ കടത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് തടവ് ശിക്ഷ. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു ഇരുവരും ചേർന്ന് അയർലൻഡിലേക്ക് ലഹരി എത്തിച്ചത്. നിയമവിരുദ്ധമായി ഡോഡ്ജ് ബോക്സുകൾ ഉപയോഗിക്കുന്നവർക്കെതിരെ വീണ്ടും നിയമ നടപടിയുമായി സ്കൈ. കുടുംബങ്ങൾക്ക് വക്കീൽ നോട്ടീസ് നൽകി. ഗാസയിലേക്ക് സഹായവുമായി പോയ ഐറിഷ് ബോട്ടുകൾ തടഞ്ഞ സംഭവത്തിൽ പ്രതികരിച്ച് ഉപപ്രധാനമന്ത്രി സൈമൺ ഹാരിസ്. ഇതിനെതിരെ ശക്തമായ പ്രതികരണം ഉയർന്നു വരേണ്ടതുണ്ടെന്നും സൈമൺ ഹാരിസ്. കൌണ്ടി ടിപ്രറിയിൽ കൊക്കൈൻ പിടികൂടിയ സംഭവത്തിൽ അറസ്റ്റിലായവർക്കെതിരെ കുറ്റം ചുമത്തി. 20 വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീക്കും പുരുഷനുമെതിരെയാണ് കുറ്റം ചുമത്തിയത്. ഡബ്ലിൻ നഗരത്തിൽ ഈ സ്കൂട്ടർ വേട്ട തുടർന്ന് പോലീസ് നിരവധി സ്കൂട്ടറുകൾ പിടിച്ചെടുത്തു. നോർത്ത് ഡബ്ലിനിലെ ഡാൻഡെയിലായിരുന്നു പരിശോധന. പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഇറാൻ അവരുടെ സൈനിക സംവിധാനങ്ങൾ പുനർനിർമ്മിക്കുന്നുവെന്ന് US രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. പ്രാദേശിക സഖ്യകക്ഷികൾക്ക് ഇറാൻ കാര്യമായ ഭീഷണിയാകുമെന്നും ഇന്റലിജൻസ് വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാനെതിരായ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളതെന്ന് റിപ്പോർട്ട്. ഇരു നേതാക്കളും തമ്മിൽ ഫോണിൽ ചർച്ചകൾ നടത്തി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വീഴ്ച സംബന്ധിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA കൂടുതൽ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ പാർലമെന്ററി സമിതി ആവശ്യപ്പെട്ടു. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന കാശ്മീരിലെ മുസാഫറാബാദിൽ അജ്ഞാതരുടെ വെടിയേറ്റാണ് മരിച്ചത്. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ച സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം അടിയന്തരമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയോടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ കാരണം പഠിക്കാൻ CPM 34 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലി സംസ്ഥാന നേതൃത്വം തയ്യാറാക്കി. IPLൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പിഴ. മാച്ച് ഫീയുടെ 10% പിഴയും ഒരു ഡീമെറിറ്റ് പോയിന്റുമാണ് ശിക്ഷയായി വിധിച്ചത്. പാക് ബാറ്റർ മുഹമ്മദ് റിസ്വാനെ ഗ്രൗണ്ടിൽ വെച്ച് തുടർച്ചയായി സ്ലഡ്ജ് ചെയ്ത് ബംഗ്ലാദേശി താരങ്ങൾ. ടെസ്റ്റ് മത്സരത്തിന്റെ 2ാം ഇന്നിംഗ്സിനിടെയാണ് റിസ്വാനെ ലക്ഷ്യമിട്ട് ബംഗ്ലാദേശി ബാറ്റർമാർ വിമർശനങ്ങൾ ഉന്നയിച്ചത്. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അയർലൻഡിൽ ഉയർന്ന മർദ്ദം രൂപം കൊള്ളുന്നതിന് സാധ്യത. അന്തരീക്ഷ താപനില 20 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.